നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ ചെറിയ ഒരു മൾബറി തൈയാണ്. കണ്ടോ, മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിലെ കായ് നോക്കിക്കോളൂ. കണ്ടോ, ഇതിൻ്റെ താഴത്തുനിന്ന് കായുണ്ട്, നന്നാ പഴുത്ത് വരുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് വരുമ്പോഴേ പച്ച നിറമായിരിക്കും. കുഞ്ഞായിട്ട് വരുമ്പോൾ അതൊരു പച്ച നിറമായിരിക്കും. ക്രമേണ അത് റെഡിഷ് കളറിലോട്ട് മാറും, റെഡിഷ് ഓറഞ്ച് കളറിലോട്ട് മാറും. കണ്ടോ, പച്ച കണ്ടോ. ചെറുതിലത് പച്ച നിറമായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ റെഡിഷ് കലർന്ന ചുവപ്പ് കലർന്ന ഒരു നിറമാകും, ഓറഞ്ച് നിറമാകും. കണ്ടോ, ഓറഞ്ച് നിറം. പിന്നെ അത് റെഡിഷ് കളറാകും. റെഡ് കളർ കണ്ടോ, റെഡ് കളർ. പിന്നെ പാകമാകുമ്പോൾ നല്ല ബ്ലാക്കാവും. കണ്ടോ, ഇത് എൻ്റെ വീട്ടിലെ റെഡ് മൾബറി എന്ന് പറയുന്ന ഇനമാണ്. റെഡ് മൾബറി നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അത് നന്നായി, അല്ലെങ്കിൽ ഒരു ചെറിയ പുളിപ്പ് കാണും. നന്നായിട്ട് പഴുത്താലേ അതിന് ആ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പുളിരസം ഉണ്ടാവും. കുറച്ചുകൂടെ കായ ഉണ്ടായിരുന്നു, അത് പൊഴിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. എനിക്ക് കഴിക്കാൻ ഇത് വളരെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതുള്ള ചെടികൾ, ഇതുപോലത്തെ തൈ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വയ്ക്കുക. ഇത് ഹൈബ്രിഡ് വാങ്ങാൻ നോക്കണം കേട്ടോ. ഹൈബ്രിഡ് മേടിച്ചാൽ അത് വേഗം കായ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി നാടനാണെങ്കിൽ ഒത്തിരി വർഷം വേണ്ടി വരും. അതായത് സമയം എടുക്കും നമുക്ക് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് സമയം എടുക്കും. മൾബറിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ബെറീസിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം. മൾബറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, വളരെ കുഞ്ഞു തൈയാണ്. വളരെ കുഞ്ഞു തൈയാണ്. ഇത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക.